അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടും എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടുമാണ്. ഓക്കെ, ഇപ്പോൾ പലർക്കും ഡൗട്ട് വരുന്നത് ട്രേഡിംഗ് വ്യൂവിലെ നമ്മളുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ സംശയമാണ്. ഞാൻ ഓപ്ഷൻ ചെയ്യുന്ന വ്യക്തിയാണ്. ഞാൻ സ്പോട്ട് ചാർട്ട് നോക്കണോ ഫ്യൂച്ചർ ചാർട്ട് നോക്കണോ? ഓക്കെ, സ്പോട്ട് ചാർട്ട് നോക്കണോ ഫ്യൂച്ചർ ചാർട്ട് നോക്കണോ? അതുകൊണ്ട് തന്നെ നമ്മളുടെ ടോപ്പിക്കും ഇന്ന് ഇതാണ്: സ്പോട്ട് ചാർട്ട് ഓർ ഫ്യൂച്ചർ ചാർട്ട്, വിച്ച് ഈസ് ബെറ്റർ ഫോർ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ ട്രേഡിംഗ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ ഒരു മേജർ കാര്യം എന്ന് പറഞ്ഞാൽ ഈ അടുത്ത് നടന്ന ഒരു ഇൻസിഡൻ്റ് ആണ്. നമ്മളുടെ ഒരു അടുത്തറിയുന്ന ഒരു വ്യക്തി അടുത്തറിയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് ട്രേഡിംഗ് പഠിക്കുകയാണ്. പഠിക്കുന്ന സമയത്ത് ആൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കണമെന്ന് താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെയാണ് ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് നമ്മുടെ പ്രമുഖമായിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കുന്നത്. ആ പഠിക്കുന്ന സമയത്ത് മെൻറ്ററോട് അവനൊരു ചോദ്യം ചോദിച്ചു: സാറേ, നിഫ്റ്റി 50, കാരണം നിഫ്റ്റിനെ കുറിച്ചാണ് കൂടുതൽ പറയുന്നത്, നിഫ്റ്റി 50ക്ക് എങ്ങനെ 24,000 വന്നു? ഓക്കെ, എങ്ങനെയാണ് നിഫ്റ്റി പ്രൈസിങ് എങ്ങനെയാണെന്നോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുമെന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് മെൻറ്റർ എന്താ പറഞ്ഞു? മെൻറ്റർ പറഞ്ഞു, ഇപ്പം നമ്മൾ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് പറയാണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാമെന്ന്. ഓക്കെ, അവൻ ഓക്കെ എന്ന് പറഞ്ഞു. അതിനുശേഷം എന്ത് ചെയ്തു? ഒരു 2-3 ദിവസം കഴിഞ്ഞിട്ട് റിപ്ലൈ ഒന്നും കിട്ടാത്തപ്പോൾ അവൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു. കാരണം ഹ്യൂജ് എമൗണ്ട് കൊടുത്ത് പഠിക്കല്ലേ, അറിഞ്ഞിരിക്കണ്ടേ എങ്ങനെയാണ് നിഫ്റ്റിക്ക് വന്നതെന്ന് അവൻ അങ്ങോട്ട് ചോദിച്ചു. അവൻ അങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞു, സാറേ ഒന്ന് പറഞ്ഞു തരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിതൊന്നും അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നിഫ്റ്റിക്ക് എങ്ങനെ നിഫ്റ്റിക്ക് എങ്ങനെ 24,000 വന്നു, നിഫ്റ്റി ഫ്യൂച്ചറിന് എങ്ങനെ 24,200 വന്നു, 300 വന്നു, ഇതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ നമ്മൾ അറിയുമ്പോൾ കൂടുതൽ കൺഫ്യൂഷൻ വരും. നമുക്ക് വേണ്ടത് പഠിച്ചാൽ പോരെ. ഓക്കെ, അദ്ദേഹം എന്താണ് നൈസായിട്ട് ഒഴിവായി. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ വ്യക്തിക്ക് ഇതറിയില്ല, അല്ലെങ്കിൽ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിൻ ബേസ് എന്താണ്? നിങ്ങൾ ആ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം അല്ലെങ്കിൽ ഇന്ത്യക്ക് എങ്ങനെ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് നമ്മളെ ചെറിയ ക്ലാസ് മുതൽ പഠിപ്പിക്കുന്നതിൻ്റെ ആ ഒരു ബേസ് എന്താണ്? ഒരു ഇന്ത്യക്കാരൻ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം എങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതെന്ന്. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റി ഫ്യൂച്ചറിൽ നിഫ്റ്റി ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കണം നിഫ്റ്റിക്ക് എങ്ങനെയാണ് 24,000 വന്നത്, എങ്ങനെയാണ് അതിൻ്റെ കാൽക്കുലേഷൻ. നമുക്ക് തെറോ ആയിട്ട് പറയേണ്ട, ബേസ് ആയിട്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണ്ടേ എങ്ങനെയാണ് നിഫ്റ്റിക്ക് ഈ ഒരു വാല്യൂ വന്നതെന്ന്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോർ കണ്ടൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ടോപ്പിക് എന്ന് പറയുന്നത് സ്പോട്ട് ഓർ ചാർട്ട്, അതുപോലെ സ്പോട്ടിന് എങ്ങനെ എമൗണ്ട് വന്നു, ഫ്യൂച്ചറിന് എങ്ങനെ എമൗണ്ട് വന്നു എന്ന് നമ്മൾ ബേസ് ആയിട്ട് പറയുന്നു. ഡീറ്റെയിൽ ആയിട്ടല്ല, ബേസ് ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്. ഓക്കെ, അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ടു T4T. അപ്പോൾ നിങ്ങൾ നോക്കാം, എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നിഫ്റ്റി 50, എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നിഫ്റ്റി ഫ്യൂച്ചർ. എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നിഫ്റ്റി 50, അതിൻ്റെ വാല്യൂ ഇതാ നിങ്ങൾ നോക്കുക, 24,289. ഇതാ ഇവിടെ കാണുന്നുണ്ടല്ലോ, 24,280, 15. 15 ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി, ദയവേത് ക്ഷമിക്കുക, 15 ഒന്ന് ഒഴിവാക്കി, ഒന്ന് റൗണ്ട് ഫിഗർ കൂട്ടാൻ വേണ്ടിയിട്ട്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫ്യൂച്ചർ 24,340, 340ൻ്റെ കൂടെ 0.5, അതും ക്ഷമിക്കുക, റൗണ്ട് ഫിഗർ ചെയ്യാനാണ്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താ സെയിം ചാർട്ട് തന്നെയാണ്. നിഫ്റ്റി 50ൽ ഒരു ഡൗൺ മൂവ്മെൻറ്റ്, അതിനുശേഷം ഒരു അപ്പ് മൂവ്മെൻറ്റ്. നിഫ്റ്റി ഫ്യൂച്ചറിലും ഒരു ഡൗൺ മൂവ്മെൻറ്റ്, അതിനുശേഷം ഒരു അപ്പ് മൂവ്മെൻറ്റ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സംഭവം ചാർട്ട് വൈസ് സിമ്പിളാണ്. ഓക്കെ, ഏകദേശം സെയിം ആണ്. ക്യാൻഡിൽസിലൊക്കെ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതൊക്കെ നമുക്ക് പറയാം. ഇവിടെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് ഈ വാല്യൂവിലാണ്. ഓക്കെ, എങ്ങനെയാണ് നിഫ്റ്റിക്ക് ഈ വാല്യൂ വന്നത്, നിഫ്റ്റി ഫ്യൂച്ചറിന് എന്താണ് ഈ വാല്യൂ വന്നത്? അതുപോലെ തന്നെ ഡൗട്ട് എന്ന് പറയുന്നത് നിഫ്റ്റി 50ക്ക് ഉള്ള പ്രൈസിനേക്കാൾ കുറച്ച് കൂടുതൽ പ്രൈസാണ് നിഫ്റ്റി ഫ്യൂച്ചറിനുള്ളത്. അറിഞ്ഞിരിക്കണ്ടേ? അറിഞ്ഞിരിക്കണം. അല്ലാതെ നിഫ്റ്റി 50 ആണോ നിഫ്റ്റി സ്പോട്ടാണോ ഫ്യൂച്ചറിന് നോക്കേണ്ടത്, അതിന് ഉത്തരം കണ്ടുപിടിച്ചങ്ങ് പോവുമല്ല. ബേസിക് ആയിട്ട് ഈ സംഭവങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസിസ്. ഓക്കെ, സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡിസിസ്. ഓരോ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡിസിസ് കാണാൻ വേണ്ടിയിട്ട് ഒരു 4 മെത്തേഡുകളുണ്ട്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ്. ഈ മെത്തേഡ് വഴി ഇൻഡെക്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ്
ഈ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴിയായിരിക്കും ചില ഇൻഡെക്സ് പ്രൈസ് വെയ്റ്റഡ് മെത്തേഡിലായിരിക്കും ചില ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഈക്വൽ വെയ്റ്റഡ് ഇൻഡെക്സ്, അതുപോലെ ചിലത് ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻഡെക്സ്. ഓക്കെ, അപ്പം നമ്മളുടെ നിഫ്റ്റി 50 അതുപോലെ ബാങ്ക് നിഫ്റ്റി ഈ ഇൻഡെക്സസ് എല്ലാം ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ആണ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു കമ്പനിയുടെ ഷെയർ, ഇപ്പം എ ബി സി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി, ഈ കമ്പനിയുടെ ഷെയർ പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപയാണ്. 100 രൂപയാണ് ഒരു ഷെയറിൻ്റെ വില. ഈ കമ്പനിക്ക് 1000 ഷെയർ ഉണ്ട്. ഓക്കെ, 1000 ഷെയർ ഉണ്ട്. അപ്പം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ ഷെയറിൻ്റെ പ്രൈസ് ഇൻറ്റു എത്ര ഷെയർ ഉണ്ട്. അപ്പം എത്രയായിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്? 1 lakh ആണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഇങ്ങനെ എല്ലാ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും പാടി കണക്കാക്കിയിട്ട് അതിൽ ഫസ്റ്റ് വരുന്ന 50 കമ്പനി, അതായിരിക്കും നിഫ്റ്റി 50. ഏത് ബേസ്? മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അങ്ങനെയായിരിക്കും നിഫ്റ്റി 50യിലെ സ്റ്റോക്സ്. ഇനി പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ലിസ്റ്റ് ചെയ്ത നിഫ്റ്റിയിൽ അല്ലെങ്കിൽ NSEയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏതൊക്കെ കമ്പനീസാണ് ഹൈ പ്രൈസ് ഉള്ളത്, അതിൽ വരുന്ന 50 കമ്പനീസിന് എടുക്കും. അതാണ് പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ് പ്രകാരം നിഫ്റ്റി 50 എടുക്കുകയാണെങ്കിൽ. പ്രൈസ് വെയ്റ്റ് പ്രകാരം ഒന്നും അല്ല, നമ്മൾ ഒരു എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് തന്നെ MRF ആയിരിക്കും. MRFന് എന്താണ്, 1,00,000 മുകളിലാണ് സ്റ്റോക്ക് പ്രൈസ്. ഓക്കെ, അങ്ങനെ ആ ഒരു തരത്തിലും ഇൻഡെക്സ് കണക്കാവും. അടുത്ത ഈക്വൽ വെയിറ്റേജ് ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻഡെക്സിന് ഈ ഇൻഡെക്സിലുള്ള എല്ലാ സ്റ്റോക്സിനും ഒരേ വെയിറ്റേജ് അങ്ങ് നൽകും. അങ്ങനെ കൊടുക്കുന്നതാണ് ഈക്വൽ വെയിറ്റേജ്. അതുപോലെ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻഡെക്സ്, ഇതാണ് നമ്മളുടെ ഇൻഡിസസ് എല്ലാം ഇങ്ങനെയാണ്. ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പോലെ തന്നെയാണ്. ഈ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ABC കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത് 100 രൂപ, അതിൽ മാറ്റമൊന്നുമില്ല. അതുപോലെ തന്നെ എത്ര ഷെയർ ഉണ്ട്, 1000 ഷെയർ ആണ് കമ്പനിക്കുള്ളത്. നമ്മൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ചെയ്യുന്ന സമയത്ത് 100 × 1000 1,00,000, അതാണ് ക്യാപിറ്റലൈസേഷൻ. ഈ ഫ്രീ ഫ്ലോട്ടിങ്ങിൽ വരുമ്പോൾ ഈ 1000 ഷെയർസിൽ നിങ്ങൾ ആലോചിക്കുക, ഒരു 1000 ഷെയർ ഉള്ള ഒരു കമ്പനിക്ക് അതിൻ്റെ ബോർഡ് മെമ്പേഴ്സ് ഒരു 100 ഷെയർ അവരുടെ കയ്യിൽ അവർ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു 200 ഷെയർ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു 200 ഷെയർ പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു 100 ഷെയർ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഷെയറൊക്കെ എന്താണ്, ഈ ഷെയറൊക്കെ അവരുടെ എന്താണ് റെമ്യൂണറേഷൻ എന്ന രീതിയിലോ അല്ലെങ്കിൽ അവർ വാങ്ങി വെച്ചതാണ്. ഓക്കെ, ഇതെന്താണ്, ഇത് നോൺ ട്രേഡബിൾ ആയിട്ടുള്ള ഷെയർസാണ്. ഈ 1000ൽ ശരിക്കും ട്രേഡ് ആവുന്ന ശരിക്കും എത്രയാണ്, ഇത് ടോട്ടൽ കൂട്ടുകയാണെങ്കിൽ 600 വരുന്നത്. അപ്പോൾ 1000ൽ നിന്ന് ഇത് കൂട്ടുകയാണെങ്കിൽ 400. ഓക്കെ, അപ്പം ഇനി ബാക്കിയുള്ളത് എത്രയാണ്, 600 ഷെയർ ആണ്. ഇതാണ് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളൂ ട്രേഡ് ചെയ്യാൻ. ബാക്കിയുള്ള ഈ 400 ഷെയറും എന്താണ്, അത് ഗവൺമെൻറ്റിൻ്റെ ആയിരിക്കും, പ്രൊമോട്ടേഴ്സിൻ്റെ ആയിരിക്കും, അത് ആ കമ്പനിയുടെ ഓണേഴ്സിൻ്റെ കയ്യിൽ തന്നെ ഉള്ളതാണ്. ഇതെന്താണ്, ഇത് ട്രേഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതിൽ ട്രാൻസാക്ഷൻ നടക്കില്ല, അവർ വാങ്ങി ഹോൾഡ് ചെയ്യാണ്. ബാക്കിയുള്ള ഈ 600 എന്ത്, പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ളൂ ട്രേഡ് ചെയ്യാൻ. അപ്പോൾ എന്താണ്, ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലായിട്ട് ഫ്രീ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഷെയർസ് എന്ന് പറയുന്നത് 600 ഉള്ളൂ. അപ്പോൾ എന്താണ്, ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ 600 × സ്റ്റോക്കിൻ്റെ പ്രൈസ് എത്രയാണ്, 100, 60,000. ഇതാണ് ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുന്ന സമയത്ത് 1 lakh ഉണ്ട്. ഫ്രീ ഫ്ലോട്ടിംഗ് നോക്കുന്ന സമയത്ത് 60,000 ഉള്ളൂ. ഈ ലെവലിലാണ് നമ്മളുടെ ഇൻഡെക്സ് കണക്കാക്കുന്നത്. ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ്, ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴിയാണ് നമ്മളുടെ ഇൻഡെക്സ്, നമ്മളുടെ നിഫ്റ്റി 50, NSEയുടെ നിഫ്റ്റി 50യും BSEയുടെ സെൻസസും വാല്യൂ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ൻ്റെ പ്രൈസിങ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇവിടെ നിങ്ങൾ എഴുതിയത് നോക്കുക, നിഫ്റ്റി 50 ഇൻഡെക്സ് വാല്യൂ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. നമ്മൾ പറഞ്ഞ 4 മെത്തേഡിൽ ഫ്രീ ഫ്ലോട്ടിംഗ് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഈസ് ഈക്വൽ ടു
സ്റ്റോക്ക് പ്രൈസ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ABC കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് 100 രൂപയാണ്. എത്ര ഷെയർ ഉണ്ട്? 1000 ഷെയറാണ് എന്താണ് മാർക്കറ്റിലുള്ളത്. അപ്പോൾ എന്താണ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴി 1 lakh ആണ്. 1 lakh ആണ് ഈ കമ്പനിയുടെ ABCയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. പക്ഷേ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിലേക്ക് വരികയാണെങ്കിൽ എന്താണ് ഈ സ്റ്റോക്ക് പ്രൈസ് റിമെയിൻസ് സെയിം ആണ്. ഈ 1000 ഷെയർസ്, നിങ്ങൾ ഈ 1000 ഷെയർസ് ഇങ്ങനെ ഒരു പൈ വെച്ചിട്ട് നമ്മൾ പൈ ഡയഗ്രാം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഇതിൽ 100 ഷെയർ ഹോൾഡേഴ്സ് തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്, 200 ഷെയർസ് പ്രൊമോട്ടേഴ്സ് ഹോൾഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ ബാക്കി കുറച്ച് ഷെയർ എത്രയാണ് ഒരു 100 ഷെയർ ഗവൺമെൻറ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ഹോൾഡ് ചെയ്യുന്ന ഷെയർസ് എപ്പോഴും എന്താണ് നോൺ ട്രേഡബിൾ ആണ്. കാരണം അവർ വാങ്ങി അവരുടെ കയ്യിൽ വെക്കുകയാണ്, ഇത് ട്രേഡ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ ഈ 1000-ൽ നിന്ന് ഈ 400 ഷെയർ പോകുന്ന സമയത്ത് ബാക്കി ഫ്രീ ആയിട്ടുള്ള സ്റ്റോക്ക് ഷെയർസ് വെറും 600 ഉള്ളൂ. അപ്പോൾ 1000 നമ്മൾ കണക്കാക്കരുത്. കാരണം ഫ്രീ ഫ്ലോട്ടിങ് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ ഫ്രീ ഫ്ലോട്ട് ആയിട്ടുള്ളത് 600 ഷെയറേ ഉള്ളൂ. അപ്പോൾ ആ 600 ഷെയറിൻ്റെ കൂടെയാണ് ആ 100 രൂപ കൂട്ടുന്ന സമയത്ത് 60,000 ആണ് ഈ കമ്പനിയുടെ ആക്ച്വൽ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബേസിലാണ് നമ്മളുടെ ഇൻഡെക്സ് കണക്കാക്കുന്നത്. അപ്പം ഇങ്ങനെ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കണക്കാക്കി കഴിഞ്ഞ ശേഷം ഫസ്റ്റ് വരുന്ന 50 കമ്പനീസാണ് നിഫ്റ്റി 50-ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ദ വാല്യൂ ഓഫ് നിഫ്റ്റി 50 എന്ന് പറയുന്നത് ടോപ്പ് 50 കമ്പനീസിൻ്റെ ആവറേജ് എന്ന് പറയുമ്പോൾ എന്താണ് നമ്മളുടെ ടോപ്പ് 50 കമ്പനീസിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. എന്ത് ക്യാപിറ്റലൈസേഷൻ? ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂട്ടുക, ഓരോന്നും 50 എണ്ണം വെച്ച് കൂട്ടുക ബൈ 50. അതാണ് ടോപ്പ് 50 കമ്പനീസിൻ്റെ ആവറേജ്. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ സ്പോട്ട് ചാർട്ടിൽ കാണുന്ന ആ വാല്യൂ കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, ഇത് അത്യാവശ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. നിഫ്റ്റി 50 അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ എങ്ങനെയാണ്? നിഫ്റ്റി 50-നെ മെയിനായിട്ട് നിങ്ങൾ എടുത്തോ. നിഫ്റ്റി 50-ൽ എടുക്കുന്ന ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴിയാണ് നമ്മളുടെ ഇൻഡെക്സിൻ്റെ വാല്യൂ കണക്കാക്കപ്പെടുന്നത്. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഫ്രീ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നിഫ്റ്റിയുടെ പ്രൈസിങ് വരുമ്പോൾ ആ മാർക്കറ്റ് ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ കണക്കാക്കിയ കമ്പനീസിൻ്റെ ടോപ്പ് 50 കമ്പനീസിൻ്റെ ആവറേജ് എല്ലാ കമ്പനിയെയും കൂട്ടിയിട്ട് ബൈ 50 എത്ര കമ്പനി, അപ്പോഴാണ് നമുക്ക് ആ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നിഫ്റ്റി 50-യുടെ പ്രൈസിങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു, കുറച്ചെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ആയല്ലോ. അപ്പോൾ ഇനി നിഫ്റ്റിയുടെ ഫ്യൂച്ചർ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൈസിങ് ഓഫ് ഫ്യൂച്ചർ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസ് പ്ലസ് കോസ്റ്റ് ഓഫ് ക്യാരി. ഈ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുമ്പോൾ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, എന്താണ് ഒരു കോൺട്രാക്റ്റിൻ്റെ ബേസിലാണ് ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എന്നൊക്കെ പറയുന്നത് ഒരു ഡെറിവേറ്റീവ് സെഗ്മെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് അവിടെ ഒരു കോസ്റ്റ് ഓഫ് ക്യാരി ഉണ്ടാവും. അതുപോലെ ഈ കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ടൈംസ് ടു എക്സ്പയറി, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടെത്തിയ സ്പോട്ട് ചാർട്ടിൻ്റെ കൂടെ കുറച്ച് കോസ്റ്റ് ഓഫ് ക്യാരി കൂട്ടുമ്പോഴാണ് ആക്ച്വലി നമുക്ക് ഫ്യൂച്ചർ പ്രൈസ് കിട്ടുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞ പോലെ 24,000 ആണ് സ്പോട്ട് പ്രൈസ്. ആ 24,000-ൻ്റെ കൂടെ നമ്മളുടെ ഫ്യൂച്ചർ പ്രൈസിങ് കൂട്ടുക എന്ന് പറയുമ്പോൾ സ്പോട്ട് പ്രൈസ് നമ്മൾ കണ്ടെത്തിയിട്ട് അതിൻ്റെ കൂടെ കോസ്റ്റ് ഓഫ് ക്യാരി വരുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ്, ടൈം ടു എക്സ്പയറി എത്ര ഉണ്ടാവും? ഞാൻ ബേസിക്കായിട്ട് ഒരു 40-ൻ്റെ അടുത്തുണ്ട്. അപ്പോൾ എന്താവും? 24,040. അപ്പം എന്താണ് സ്പോട്ട് ചാർട്ട് പറയുമ്പോൾ 24,000, ഫ്യൂച്ചർ ചാർട്ട് എന്ന് പറയുമ്പോൾ 24,040. ഓക്കെ, അപ്പം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിഫ്റ്റി കോൺട്രാക്റ്റിനൊരു സൈക്കിൾ ഉണ്ട്. നിഫ്റ്റി ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഒരു സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു 3 കോൺട്രാക്ട് സൈക്കിളായിട്ടായിരിക്കും എപ്പോഴും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ നിഫ്റ്റി ഓഗസ്റ്റ് കോൺട്രാക്റ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ സെപ്റ്റംബറും ഉണ്ടാവും, ഒക്ടോബറും ഉണ്ടാവും. അതുപോലെ എപ്പോഴും എങ്ങനെയാണ് 3 കോൺട്രാക്റ്റ് ആയിരിക്കും ഫ്യൂച്ചേഴ്സിന് ഉണ്ടാവുക. ഫസ്റ്റത്തെ ഇതിനെ നമ്മൾ കറൻറ്റ് കോൺട്രാക്റ്റ് എന്നും, നെക്സ്റ്റ് മന്ത് കോൺട്രാക്റ്റ് സെപ്റ്റംബർ പറയും, അതുപോലെ 4 മന്ത് ഒക്ടോബർ പറയും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓഗസ്റ്റ് ഫ്യൂച്ചർ കഴിയാനായി. ഓഗസ്റ്റ് ഫ്യൂച്ചർ കഴിയുന്ന സമയത്ത് എന്താവും? ഈ സെപ്റ്റംബർ ഫ്യൂച്ചർ തുടങ്ങും. സെപ്റ്റംബർ തുടങ്ങുന്ന സമയത്ത് തന്നെ എന്താവും? ഈ ഒക്ടോബർ, നവംബർ, ഡിസംബർ ഇവിടെ ഓപ്പൺ ആവും. ഓക്കെ, അപ്പോൾ എന്താവും? ഈ സെപ്റ്റംബർ ഫ്യൂച്ചർ കറൻറ്റ് മന്ത് എക്സ്പയറി, ഒക്ടോബർ ഫ്യൂച്ചർ നെക്സ്റ്റ് മന്ത് എക്സ്പയറി, നവംബർ 4 മന്ത് എക്സ്പയറി ആവും. ഈ സെപ്റ്റംബർ കഴിയുമ്പോൾ എന്താവും? ഇവിടെ 3 കൊടുക്കണ്ടേ? ഇവിടെ ഡിസംബർ ഫ്യൂച്ചർ ഓപ്പൺ ആകും. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു 3 മന്ത് കോൺട്രാക്റ്റ് സൈക്കിളിലാണ് ഫ്യൂച്ചേഴ്സ് പോവുക. കറൻറ്റ്, നെക്സ്റ്റ്, ഫാർ. ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നിഫ്റ്റി 50
നിഫ്റ്റി 50-ൽ 24,029 എങ്ങനെയാണ് വരുന്നത്? നിഫ്റ്റി ഫ്യൂച്ചറിൽ 24,340 എങ്ങനെയാണ് വരുന്നത്? നിഫ്റ്റി 50-ൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നിഫ്റ്റി ഫിഫ്റ്റിയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ, ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വഴി ലിസ്റ്റ് ചെയ്ത കമ്പനീസിലെ ഫസ്റ്റ് 50 കമ്പനീസിൻ്റെ ഏവറേജാണ് നിങ്ങളിവിടെ കാണുന്നത്. റിലയൻസ്, ITC, ഇൻഫോസിസ്, HDFC, ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് വരുന്ന 50 കമ്പനീസ് എല്ലാം കൂട്ടിയിട്ട് ബൈ 50. അപ്പോഴാണ് 24,289 എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഈ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഈ വാല്യൂവിൻ്റെ കൂടെ എന്തോ ഒരു കോസ്റ്റ് ഓഫ് ക്യാരി എന്ന് പറയുന്നത് എന്താണ്? നിഫ്റ്റി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റ് ആണ്. ഒരു ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ അതിൻ്റെ എക്സ്പയറി എന്ന് പറയുന്നത് 1 മന്താണ്. ഈ 1 മന്തിലേക്ക് ഇൻട്രസ്റ്റും അതുപോലെ തന്നെ എന്താണ് ടൈം ടു എക്സ്പയറി കൂടി കൂട്ടുമ്പോഴാണ് ഈ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നത്. ഇപ്പം ചെറിയ രീതിയിൽ നമുക്കൊരു ഡൗട്ട് മാറി കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകാം. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നിഫ്റ്റി സ്പോട്ട് ആൻഡ് ഫ്യൂച്ചർ ഡിഫറൻസ്. എന്താണ്? നിഫ്റ്റി 50-ൽ 24,289 നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 24,030. ഓക്കെ, സ്പോട്ടിൻ്റെ 24,289 ഫ്യൂച്ചറിൻ്റെ 24,340. ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുമ്പോൾ ഒരു ഡിഫറൻസ് എന്താണ്? 51. ഈ 51-നെയാണ് നമ്മൾ ബേസ് അഥവാ സ്പ്രെഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് ആൻഡ് സ്പ്രെഡ്. അപ്പോൾ എന്താണ്? സ്പോട്ടിൻ്റെ കൂടെ ഈ 51 കൂട്ടുമ്പോഴാണ് ഫ്യൂച്ചർ പ്രൈസ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഈ 51 എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ക്യാരി ആണ്. ഓക്കെ, സ്പോട്ടിൻ്റെ കൂടെ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 51. ഈ 51-നെയാണ് നമ്മൾ ബേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പ്രെഡ് എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡയഗ്രം നോക്കുക. ഈ ഒരു ഡയഗ്രത്തിൽ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്രൈസും അതുപോലെ തന്നെ ഈ ഒരു ലൈൻ, ഈ താഴത്തെ ലൈൻ എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസുമാണ്. ഓക്കെ, ഈ ഒരു സമയം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഓഫ് ദ എക്സ്പയറി ആണ്. ഓക്കെ, ഈ താഴെ എൻഡിങ് ഓഫ് ദ എക്സ്പയറി ആണ്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിൽ 51 പോയിൻറ്റിൻ്റെ ഡിഫറൻസ് ഉണ്ട്. എപ്പം? സ്റ്റാർട്ടിങ് ഓഫ് ദ എക്സ്പയറി. പിന്നെ എക്സ്പയറി കുറഞ്ഞ് വരുന്ന സമയത്ത് എന്താവും? ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും ഈക്വൽ ആകും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ ഓഗസ്റ്റ് കോൺട്രാക്റ്റിൻ്റെ ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് സ്പോട്ട് പ്രൈസിനേക്കാൾ കുറച്ച് പ്രൈസ് കൂടിയിട്ടായിരിക്കും. പക്ഷേ ഓഗസ്റ്റ് എക്സ്പയറി കഴിയുമ്പോഴേക്കും, ഓഗസ്റ്റ് മാസം ലാസ്റ്റ് തേഴ്സ്ഡേ ആകുന്ന സമയത്ത് ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഡിഫറൻസ് കുറഞ്ഞു വരും. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ 51 കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് 21 ആകും, കുറച്ചുകൂടി കഴിയുന്ന സമയത്ത് 11 ആകും. അങ്ങനെ എൻഡ് ഓഫ് ദ എക്സ്പയറിയിൽ ഫ്യൂച്ചർ പ്രൈസും സ്പോട്ട് പ്രൈസും 0ലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതൊന്ന് വായിച്ചു നോക്കുക. ഫ്യൂച്ചേഴ്സ് ആർ മന്ത്ലി എക്സ്പയർ ഓൺ ദ ലാസ്റ്റ് തേഴ്സ്ഡേ ഓഫ് ദ മന്ത് ഇൻ നിഫ്റ്റി, ദ ലാസ്റ്റ് വെനസ്ഡേ ഓഫ് ദ മന്ത് ഇൻ ബാങ്ക് നിഫ്റ്റി. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ എന്താണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്? മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സ്പോട്ടും ഫ്യൂച്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 51. ഇതിൻ്റെ ബേസ് ഓർ സ്പ്രെഡ് എന്ന് പറയും. ഇത് നമുക്ക് കാണാൻ പറ്റുന്നത് സ്റ്റാർട്ടിങ് ഓഫ് ദ എക്സ്പയറി ടു കുറച്ച് ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. സ്പോട്ട് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ് ആണ്. ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത് വാരി ചെയ്യപ്പെടുന്നതാണ്. ഫ്യൂച്ചർ പ്രൈസ് കുറഞ്ഞു വന്നിട്ട് എക്സ്പയറി ഡേറ്റിൽ സ്പോട്ടിൻ്റെ അതേ പ്രൈസായിട്ട് മാറും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി എല്ലാ കാര്യങ്ങളും ഒന്നുകൂടി ജസ്റ്റ് നോക്കുകയാണ്. നിഫ്റ്റി 50-ൽ വരുന്ന നിങ്ങൾ നോക്കൂ, നിഫ്റ്റി 50-യുടെ പ്രൈസ്, നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ പ്രൈസ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡിസീസ്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ്, പ്രൈസ് വെയ്റ്റഡ് ഇൻഡെക്സ്, ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ്, ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻഡെക്സ്. ഈ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഈ രീതിയിലാണ് നമ്മളുടെ ഇൻഡെക്സ്. നിഫ്റ്റി 50 ആണെങ്കിലും BSEൻ്റെ സെൻസസും കണക്കാക്കപ്പെടുന്നത്. അതിനുശേഷം നമ്മൾ നിഫ്റ്റി 50-യുടെ പ്രൈസിങ് പറഞ്ഞു, ഫ്യൂച്ചേഴ്സിൻ്റെ പ്രൈസിങ് പറഞ്ഞു. അതിനുശേഷം രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ നമ്മൾ എന്താ പറയുക, ബേസിസ് എന്ന് പറയും. അതുപോലെ എക്സ്പയറി, സ്റ്റാർട്ടിങ് എക്സ്പയറി, എൻഡിങ് എക്സ്പയറി നോക്കി. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ മെയിൻ ടോപ്പിക് ആയിട്ടുള്ള സ്പോട്ട് ചാർട്ട്, ഫ്യൂച്ചർ ചാർട്ട്, വിച്ച് ഈസ് ദ ബെറ്റർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ എൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടും
എൻ്റെ റൈറ്റ് സൈഡിലുള്ളത് നിഫ്റ്റി സ്പോട്ട് ചാർട്ടുമാണ്. ഓക്കെ, ഇപ്പോൾ പലർക്കും ഡൗട്ട് വരുന്നത് ട്രേഡിംഗ് വ്യൂവിലെ സ്പോട്ടും ഫ്യൂച്ചറും എന്താ കാണിക്കാത്തത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് ഏത് ബ്രോക്കറാണ്, ആ ബ്രോക്കറിൻ്റെ ടെർമിനലിൽ അല്ലെങ്കിൽ ആ ട്രേഡറുടെ ആ ഒരു പ്ലാറ്റ്ഫോമിലെ ചാർട്ട് യൂസ് ചെയ്യുന്നതാണ് ട്രേഡിംഗ് ടൈമിൽ ബെസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഫയേഴ്സ് ആണ്. ഫയേഴ്സിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടും റൈറ്റ് സൈഡിൽ നിഫ്റ്റി സ്പോട്ട് ചാർട്ടും കൊടുത്തിരിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു സ്പോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്നത്തെ ദിവസം August 7, 2024 കറക്റ്റ് മാർക്കറ്റ് ഓപ്പണിംഗ് ടൈം തന്നെയാണ്. മാർക്കറ്റ് ട്രേഡിംഗ് ഹവേഴ്സിലാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു ഫ്യൂച്ചർ ചാർട്ടും സ്പോട്ട് ചാർട്ടും തമ്മിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് നിങ്ങൾ കാണുന്നുണ്ടോ? മെയിൻ ഡിഫറൻസ് എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒറ്റ നോക്കിൽ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ നോക്കുന്ന സമയത്ത് വലിയ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് നോക്കുന്ന സമയത്താണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുക. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, പ്രീവിയസ് ഡേ ഏതാണ്, ഇതാണ് കറൻറ്റ് ഡേ. ഓക്കെ, സ്പോട്ടിൽ കറൻറ്റ് ഡേ ട്രേഡിംഗ് നടക്കുന്നത്, ഫ്യൂച്ചറിൽ കറൻറ്റ് ഡേ ട്രേഡിംഗ് നടക്കുന്നത് ഇവിടെയാണ്. അപ്പം നമ്മളുടെ കഴിഞ്ഞ ദിവസം ഏതാണ്, ഇതാണ് കഴിഞ്ഞ ദിവസം. ഓക്കെ, ഇതാണ് കഴിഞ്ഞ ദിവസം, സ്പോട്ടിൽ കഴിഞ്ഞ ദിവസം ഇതാണ്. ഓക്കെ, അത് മനസ്സിലാക്കുക. ഇനിയാണ് നമ്മൾ ഡിഫറൻസ് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പോട്ടിൽ കഴിഞ്ഞ ദിവസത്തെ ഹൈ എന്ന് പറയുന്നത് ഏതാണ്, ഇതാണ് കഴിഞ്ഞ ദിവസത്തെ ഹൈ. എന്ന് വെച്ചാൽ August 6 ഹൈ, നിഫ്റ്റി ക്രിയേറ്റ് ചെയ്ത ഹൈ. ഇവിടെ നിങ്ങൾ ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, ഫ്യൂച്ചറിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് ഹൈ. ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് ഫ്യൂച്ചറിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത, ഫ്യൂച്ചർ ചാർട്ടിൽ ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈയിൻ്റെ അടുത്ത് പ്രൈസ് എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് പ്രൈസ് താഴേക്ക് റിവേഴ്സ് ആവുന്നത്. പക്ഷേ സ്പോട്ടിൽ നോക്കുന്ന സമയത്ത് എന്താണ്, സ്പോട്ടിൽ നോക്കുന്ന സമയത്ത് ഹൈ എത്തിയിട്ട് കൂടിയില്ല പ്രൈസ്. ഓക്കെ, പ്രൈസ് എത്തി, ഇന്നലത്തെ ഹൈ ടച്ച് ചെയ്യാതെയാണ് പ്രൈസ് താഴേക്ക് പോകുന്നത്. ഫ്യൂച്ചർ ചാർട്ടിൽ എന്താണ്, പ്രൈസ് ടച്ച് ചെയ്തിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഇവിടെ ഡിഫറൻസ് വരുന്നത് എന്താണ്, വരുന്ന ഡിഫറൻസ് എന്താണ് കണ്ടില്ലേ, പ്രൈസിൻ്റെ വേരിനെസ് കണ്ടില്ലേ. ഈ ഫ്യൂച്ചർ ചാർട്ടിൽ ഇന്നലത്തെ ഫ്യൂച്ചർ ചാർട്ടിൻ്റെ ഹൈ പ്രൈസ് ടാപ്പ് ചെയ്ത് തിരിച്ച് താഴേക്ക് വരുന്നു, ഫ്യൂച്ചർ സ്പോട്ട് ചാർട്ടിൽ ടച്ച് ചെയ്യാതെ വരുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഫ്യൂച്ചർ ചാർട്ടിൽ ഓക്കെ, ഫ്യൂച്ചർ ചാർട്ടിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത 5 minutes ക്യാൻഡിൽ ഹൈ ഏതാണ്, ഇതാണ് 5 minutes ക്യാൻഡിൽ ഹൈ. ലോ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇതാണ് ലോ. ഓക്കെ, ഫ്യൂച്ചർ ചാർട്ടിനെ ഒന്നുകൂടി നമുക്കൊന്ന് സൂം ചെയ്യാം. ഈ ഫ്യൂച്ചർ ചാർട്ടിൽ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത 5 minute ക്യാൻഡിലിൻ്റെ ഓക്കെ 9:15 AM ക്രിയേറ്റ് ചെയ്ത ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, 10:05 ഈ ഒരു ക്യാൻഡിലാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം ഒന്നും ബ്രേക്ക് ചെയ്തില്ല, ഈ സമയത്താണ് ബ്രേക്ക് ചെയ്യുന്നത്. നിങ്ങൾ സ്പോട്ടിലേക്ക് നമ്മൾ സൂം ചെയ്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, സ്പോട്ടിൽ ഫസ്റ്റ് 5 minutes ക്യാൻഡിൽ ഹൈ ഏതാണ്, ഇതാണ് 5 minutes ക്യാൻഡിൽ ഹൈ. 5 minute ലോ ഏതാണ്, ഇത് ബ്രേക്ക് ചെയ്യപ്പെടുന്നത് എവിടെയാണ്, മാർക്കറ്റിലെ നെക്സ്റ്റ് ക്യാൻഡിലിൽ തന്നെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്, ഒരു സ്വീപ്പ് എന്ന രീതിയിൽ ബ്രേക്ക് ആയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് 2 ഡിഫറൻസ് മനസ്സിലായില്ലേ. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് നമുക്ക് നോക്കാം. മൂന്നാമത്തെ ഡിഫറൻസ് പറഞ്ഞാൽ ഓപ്പണിങ്ങിലാണ്. ഓക്കെ, ഓപ്പണിങ് എപ്പോഴും ഫ്യൂച്ചറും അതുപോലെ തന്നെ സ്പോട്ടും തമ്മിൽ നെക്സ്റ്റ് ഒരു ഡിഫറൻസ് വരുന്നത് മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിലാണ്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഇന്നത്തെ ദിവസം ഓപ്പൺ ചെയ്ത ക്യാൻഡിലിൻ്റെ ഫോർമേഷൻ നോക്കൂ. ഒരു ബെയറിഷ് ക്യാൻഡിൽ, ഒരു ഇൻഡിസിഷൻ ഫോമിലുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലാണ് നിഫ്റ്റി സ്പോട്ട് ഓപ്പൺ ചെയ്തത്. എന്നാൽ നമ്മളുടെ നിഫ്റ്റി ഫ്യൂച്ചർ എങ്ങനെയാണ് ഓപ്പൺ ചെയ്തത്, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഇവിടെ വരുന്ന മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഫസ്റ്റ് 5 minutes ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുമ്പോൾ താഴേക്ക് എടുക്കുന്ന ആളുകൾ, 5 minutes ബ്രേക്ക് ചെയ്യുമ്പോൾ മുകളിലേക്ക് എടുക്കുന്ന ആളുകൾ, അതേപോലെ മാർക്കറ്റിൻ്റെ ഓപ്പണിങ്ങിലെ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ബിഹേവിയറൽ അനുസരിച്ച് എടുക്കുന്ന ആളുകൾ, ഇവർക്കൊക്കെ എന്താണ്, ഈ സ്പോട്ടും ഫ്യൂച്ചറും നോക്കുന്ന സമയത്ത് വളരെയധികം ഡിഫറൻസ്, കൺഫ്യൂഷൻസ് വരും. ഇൻ കേസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇവിടെ എൻ്റെ ലെഫ്റ്റിലുള്ളത് നിഫ്റ്റി ഫ്യൂച്ചർ, ഇവിടെ എൻ്റെ റൈറ്റ് സൈഡിലുള്ള നിഫ്റ്റി സ്പോട്ട്. ഇപ്പം നിഫ്റ്റി ട്രേഡ് ആയിക്കൊണ്ട് നിൽക്കുക എങ്ങനെയാണ്, ഇപ്പം മാർക്കറ്റ് ഒരു അപ്പ് മൂവ് മുകളിലേക്ക് പോയിട്ടുണ്ട്, ഒരു അപ്പ് മൂവ് മുകളിലേക്ക് പോയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു ഡൗൺ റോഡ് താഴേക്ക് പോയിട്ടുണ്ട്. ഇവിടുന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറുകയാണ്. ഞാൻ റാൻഡമായിട്ടൊരു ട്രേഡ് എടുക്കാൻ നോക്കുകയാണ്.
ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു ട്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കൂ, നിഫ്റ്റിയിൽ ഇൻഡിസിസ് ആർ നോൺ ട്രേഡബിൾ ആണ്. എന്താണ് ഇൻഡെക്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, ചെയ്യാൻ കഴിയില്ല. ഇവിടെ നോക്കൂ, ഫ്യൂച്ചറിൽ ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ ഒരു ട്രേഡ് കൊടുക്കാൻ നോക്കുകയാണ്. ഇവിടെ നോക്കൂ നിങ്ങൾ, പക്ഷെ ഫ്യൂച്ചറിൽ ബയ്യോ സെല്ലോ നമുക്ക് ചെയ്യാം. ഓക്കെ, ഫ്യൂച്ചറിൽ ബയ്യോ സെല്ലോ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ്, റിയൽ ട്രേഡിംഗ് നടക്കുന്നത് എപ്പോഴും ഇതിലായിരിക്കും, ഫ്യൂച്ചറിലായിരിക്കും റിയൽ ട്രേഡിംഗ് നടക്കുന്നത്. റിയൽ ട്രേഡിംഗ് നടക്കുന്നത് ഫ്യൂച്ചർ ചാർട്ടിലാണ്, സ്പോട്ട് ചാർട്ടിലല്ല. അത് മനസ്സിലാക്കുക. സ്പോട്ട് ചാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ഫ്രീ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അത് ബേസ് ചെയ്തുകൊണ്ട് ഫസ്റ്റ് വരുന്ന 50 കമ്പനീസ്, ടോപ്പ് 50 കമ്പനീസിൻ്റെ ഏവറേജ് മാത്രമാണ് നിഫ്റ്റി 50 എന്ന് പറയുന്നത്. നിഫ്റ്റി 50 ഫ്യൂച്ചറിലാണ് ആക്ച്വൽ ട്രാൻസാക്ഷൻസ് നടക്കുന്നത്, ബൈയിങ് സെല്ലിങ് ആക്ടിവിറ്റീസ് നടക്കുന്നത് അതിലാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് വോളിയം കാണിക്കുക എവിടെയാണ്, ഇവിടെ എൻ്റെ ബ്രോക്കറിൽ സ്പോട്ടിൽ വോളിയം കിട്ടില്ല. സ്പോട്ട് ചാർട്ടിൽ കാണിക്കുന്ന വോളിയം വിശ്വസിക്കരുത്. ഫ്യൂച്ചർ ചാർട്ടിൽ കാണിക്കുന്ന വോളിയം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ പറ്റൂ. കാരണം എന്താണ്, ആക്ച്വലി സ്പോട്ടിൽ ട്രേഡിംഗ് നടക്കുന്നില്ല, ഫ്യൂച്ചർ ചാർട്ടിലാണ് ആക്ച്വലി ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ആ ട്രേഡിംഗ് നടക്കുന്ന സ്ഥലത്തെ വോളിയം ആണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിലെ വോളിയം, അതുകൊണ്ട് തന്നെ വോളിയം ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന ആളുകളൊക്കെ എന്തിലേക്ക് ശ്രദ്ധിക്കുക, ഫ്യൂച്ചർ ചാർട്ട് എടുക്കുമ്പോൾ ഫാർ മന്തോ നെക്സ്റ്റ് മന്തോ അല്ല എടുക്കേണ്ടത്, കറൻറ്റ് മന്ത് ഫ്യൂച്ചറാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് പറയുകയാണ്, ഫ്യൂച്ചർ ചാർട്ട് നോക്കിയാൽ മതി, നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ടാണ് നോക്കേണ്ടത്. ഓക്കെ, പക്ഷെ എന്താണ്, നിങ്ങൾക്ക് ഈ ഫ്യൂച്ചർ ചാർട്ടിൻ്റെ പ്രശ്നം വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് സ്ട്രൈക്ക് പ്രൈസ് കണ്ടുപിടിക്കാൻ പ്രയാസമാണ്. ഇപ്പോൾ നിങ്ങൾ സ്പോട്ട് ചാർട്ട് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്പോട്ട് ചാർട്ടിൽ പ്രൈസ് 24,247. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എവിടെയായിരിക്കും അറ്റ് ദ മണി, എവിടെയായിരിക്കും ഇൻ ദ മണി, എവിടെയാണ് ഔട്ട് ഓഫ് ദ മണി. പക്ഷേ സ്പോട്ട് ചാർട്ടിൽ നോക്കുന്ന സമയത്ത് സ്ട്രൈക്ക് പ്രൈസ് കണ്ടുപിടിക്കാൻ നമ്മൾ റോങ് ആയിട്ട് ചിലപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് തിരഞ്ഞെടുത്തു പോകും, വേറെ ഏതെങ്കിലും സ്ട്രൈക്ക് പ്രൈസ് തിരഞ്ഞെടുത്തു പോകും. ഓക്കെ, അപ്പോൾ അത് ബിഗിനർ ലെവലിൽ കുറച്ചും കൂടി എക്സ്പീരിയൻസ് ആവുന്ന സമയത്ത് നമുക്കത് ക്ലിയർ ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. പക്ഷേ എന്താണ്, നിങ്ങൾ സ്പോട്ട് ചാർട്ടിൽ അതുപോലെ തന്നെ സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ എന്താ, സ്കാൽപ്പ് ചെയ്യുന്ന ആളുകൾ എപ്പോഴും എന്താണ്, നിഫ്റ്റി 50യുടെ സ്പോട്ട് ചാർട്ട് നോക്കുന്നതാണ് ബെറ്റർ. കാരണം എന്താ അറിയോ, പെട്ടെന്ന് തന്നെ ഈ സ്കാൽപ്പ് ചെയ്യുമ്പോൾ എന്താണ്, പെട്ടെന്ന് തന്നെ നമുക്ക് എന്താണ് പറയുക, സ്ട്രൈക്ക് സെലക്ട് ചെയ്യേണ്ടി വരും, പെട്ടെന്ന് തന്നെ ഇൻ, പെട്ടെന്ന് തന്നെ ഔട്ട്. ഓക്കെ, ആ കാര്യങ്ങൾ നോക്കുക. അതുപോലെ തന്നെ എന്താണ്, നിങ്ങൾ ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ചെയ്യുന്ന ആളുകൾ, ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, 24,300 ഇവിടെ 24,300 ഓപ്പൺ ഇൻട്രസ്റ്റിൽ എന്താണ്, നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം ചില ആളുകൾ കണ്ടില്ലേ, 24,300 നല്ലൊരു ഓപ്പൺ ബേസിൽ എന്താണ്, നല്ല ഒരു റെസിസ്റ്റൻസ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ കോൾ സെല്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു റെസിസ്റ്റൻസ് ആണെന്നുള്ള രീതിയിൽ ചെയ്തു വെക്കും. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് വരികയാണെങ്കിൽ എന്താണ്, 23,300 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ടാണ് വരിക. അതാണ് ഞാൻ പറഞ്ഞത്, ഫ്യൂച്ചർ ചാർട്ടിനും സ്പോട്ട് ചാർട്ടിനും ഒരുപാട് വ്യത്യാസവും ഉണ്ട്, അതുപോലെ തന്നെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉണ്ട്. ഓക്കെ, നിങ്ങളൊരു വോളിയം ബേസ് ട്രേഡ് ചെയ്യുന്ന ആളാണ്, പ്രോപ്പർ പ്രൈസ് ആക്ഷൻ വെച്ച് ചെയ്യുന്ന ആളാണ്, ICT യൂസ് ചെയ്ത് ലിക്വിഡിറ്റി ബേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ്. നിങ്ങൾ സ്കാൽപ്പിംഗ് ചെയ്യുക, നിങ്ങളുടെ ട്രേഡ്സ് 2-3 മിനിറ്റ് ഒക്കെയാണ് ഉള്ളതെങ്കിൽ അതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ എക്സിറ്റ് ചെയ്യും, സ്ക്വയർ ഓഫ് ചെയ്യും. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്താണ്, നിഫ്റ്റി സ്പോട്ട് യൂസ് ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നത് നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ട് യൂസ് ചെയ്യുന്നതിനായിരിക്കും. ഓക്കെ, നിഫ്റ്റി ഫ്യൂച്ചർ ചാർട്ടാണ് നമ്മളെപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ ഈ ഒരു ഇത് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇപ്പം നിങ്ങൾ ഇതൊന്ന് അനാലിസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, ഇന്നലെ ഉണ്ടാക്കിയ ആ ഒരു ഹൈയിനെ പ്രൈസ് എന്ത് ചെയ്തു, പ്രൈസ് സ്വീപ്പ് ചെയ്തു. ഇവിടെ എന്താണ്, ഇവിടെ ഒരു സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ്, മാനിപ്പുലേറ്റീവ് ലെഗാണ് ഇവിടെ. ഓക്കെ, മാനിപ്പുലേറ്റീവ് ലെഗ്. അതിനുശേഷം എന്താണ്, പ്രൈസ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം പ്രൈസ് താഴേക്ക് വന്ന് ഇതെന്താണ്, ഇതൊരു സെൽ സ്റ്റോപ്പ് ലിക്വിഡിറ്റി ആയിട്ട് മാറി. അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോയിട്ട് ഇതിൻ്റെ മുകളിലുള്ള ലിക്വിഡിറ്റീസ്, സ്റ്റോപ്പ് ലോസ് എല്ലാം കളക്ട് ചെയ്ത് പ്രൈസ് താഴേക്ക് പോയി. ഓക്കെ, ഇത് തന്നെ നമ്മളെന്താണ് സ്പോട്ടിൽ വായിക്കുകയാണെങ്കിൽ എങ്ങനെയായിരുന്നു, സ്പോട്ടിൽ
ഇന്നലെ ഉണ്ടാക്കിയ ഹൈനെ പ്രൈസ് ടാപ്പ് ചെയ്തിട്ട് കൂടിയില്ല, അവിടെ പ്രൈസ് എത്തിയിട്ട് കൂടിയില്ല. ഓക്കെ, ഇവിടെ പ്രൈസ് എത്തിയിട്ട് കൂടിയില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഡിഫറൻസ് മനസ്സിലായിട്ടുണ്ടാവുന്നു. കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സിമ്പിളായിട്ട് പറയാൻ പറ്റുക, നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ട് നോക്കുന്നതാണ് എപ്പോഴും ബെറ്റർ. ഫ്യൂച്ചർ ചാർട്ട് നോക്കിയിട്ട് ട്രേഡ് ചെയ്യുന്നതാണ് ബെറ്റർ. ചില ആളുകൾ സ്പോട്ട് നോക്കൂല, ഫ്യൂച്ചർ നോക്കൂല, ഓപ്ഷൻ പ്രീമിയം ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്. അത് എന്താ പറയുക, വലിയൊരു മണ്ടത്തരാണ് പ്രീമിയം ചാർട്ട് നോക്കി ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾ സ്പോട്ട് നോക്കിയാലും കുഴപ്പമില്ല, പ്രീമിയം ചാർട്ട് നോക്കരുത്. പ്രീമിയം ചാർട്ട് നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷനിൽ ട്രേഡ് ചെയ്യരുത്. ഓക്കെ, ട്രേഡ് ചെയ്യരുത്. അതിനെക്കുറിച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൺക്ലൂഡ് എന്ന് പറയുന്നത് എന്താണ്, ഫ്യൂച്ചർ ചാർട്ടാണ് ബെറ്റർ. ഓക്കെ, അപ്പം നമ്മൾ മാർക്കറ്റ് ഹവേഴ്സിൽ നമ്മൾ അനാലിസിസ് ചെയ്തത് പ്രകാരം എന്താണ്, നിഫ്റ്റിയും നിഫ്റ്റി സ്പോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പം നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒന്ന് അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ എന്താണ്, നിങ്ങൾ ഫ്യൂച്ചർ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഈ ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് മുകളിലേക്ക് പോയത്. നിങ്ങൾ സ്പോട്ടിൽ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്പോട്ടിൽ ഈ ലോനെ മാർക്കറ്റ് സ്വീപ്പ് ചെയ്തിട്ടില്ല. അതാണ് ഡിഫറൻസ്. ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് കഴിഞ്ഞതിന് ശേഷമാണ് മാർക്കറ്റ് മുകളിലേക്ക് പോയത്. ഇവിടെ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്യാതെയാണ് പ്രൈസ് മുകളിലേക്ക് പോയത്. നിങ്ങൾക്ക് മനസ്സിലല്ല. അപ്പോൾ ICT യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്നുകൂടി പറയുന്നു, ഫ്യൂച്ചർ ഈസ് ദ ബെസ്റ്റ്.